ഒരു വലിയ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ, അതായത് ഒരു ഡബിൾ സൈസ് ബ്ലാങ്കറ്റ് സ്വന്തമായി അലക്കി ഉണക്കാൻ പറ്റുന്ന ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുമോ? തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈയിടെ പുതിയതായി വാങ്ങിയ, അതായത് ഒരു ഡബിൾ സൈസ് വലിയ ബ്ലാങ്കറ്റ്, അതായത് ഡബിൾ സൈസ് കമ്പിളി പുതപ്പ് അലക്കിയ ശേഷം ഉണക്കാൻ പറ്റുന്ന ഒരു വാഷിംഗ് മെഷീനെ കുറിച്ചാണ് ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ കൂടി നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുക. വാഷിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ 10 കിലോയുടെ വേൾപൂൾ വാഷിംഗ് മെഷീനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നുള്ളത്. ഇത്ര വലിയ ഒരു വാഷിംഗ് മെഷീൻ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഇവിടെ ഈ വാഷിംഗ് മെഷീൻ സ്വന്തം ആവശ്യത്തിന് വാങ്ങുകയും സ്വന്തം ഉപയോഗിക്കുകയും ഇതിന്റെ നല്ല പെർഫോമൻസ് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് എന്റെ ഈ യൂട്യൂബ് ചാനൽ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുള്ളത്. നിങ്ങൾ ഈ വീഡിയോ തീരും വരെ കാണുവാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക. കാരണം നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകൾക്കോ ഈ ഓണക്കാലത്ത് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങുവാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്റെ ഈ വീഡിയോ കാണുന്നതിലൂടെ മാർക്കറ്റിലുള്ള മറ്റു കമ്പനികളുടെ വാഷിംഗ് മെഷീനുകളും അവയുടെ വ്യത്യസ്ത സ്പെസിഫിക്കേഷനും വലിപ്പവുമായി താരതമ്യം ചെയ്യുവാനും വിലയിരുത്തുവാനും എളുപ്പത്തിൽ പറ്റുന്നതാണ്. പൊതുവെ വാഷിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, അതുപോലെ ഫുൾ ഓട്ടോമാറ്റിക് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള മെഷീനുകളാണ് ഇന്നിപ്പോൾ മാർക്കറ്റിൽ ലഭിക്കുന്നത്. ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നുള്ളത് വേൾപൂൾ എന്ന കമ്പനിയുടെ 10 കിലോ കപ്പാസിറ്റിയുള്ള ഒരു വലിയ വാഷിംഗ് മെഷീനെ കുറിച്ചിട്ടാണ്. ഇത് സെമി ഓട്ടോമാറ്റിക് ആണ്. അതുപോലെ ഇത് നല്ല വലിപ്പത്തിലുള്ള ഒരു വാഷിംഗ് മെഷീനും കൂടിയാണ്. സാധാരണ ഒരു വീട്ടിലുള്ള വലിയ കുടുംബത്തിന് പറ്റിയ ഒരു വാഷിംഗ് മെഷീനാണിത്. ഈ വാഷിംഗ് മെഷീനിൽ ഒറ്റയടിക്ക് വളരെയധികം വസ്ത്രങ്ങൾ അലക്കുവാൻ പറ്റുന്നു. അതുപോലെ ഇതിന്റെ കമ്പനിക്ക് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള സർവീസ് സെന്റർ ഉള്ളതുകൊണ്ട് ഈ വാഷിംഗ് മെഷീൻ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ എളുപ്പത്തിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യുവാൻ പറ്റുന്നു എന്നത് ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ച് വലിയ ഒരു കാര്യമാണ്. ഈ സൈസിൽ ഉള്ള വാഷിംഗ് മെഷീൻ ഗ്രാഫൈറ്റ് ഗ്രേ കളറിലാണ് മാർക്കറ്റിൽ കിട്ടുന്നുള്ളത്. ഇതിന് കമ്പനി 5 വർഷം വാറണ്ടിയാണ് നൽകുന്നത്. ഇത് മോട്ടോറിനും അതുപോലെ വാഷിംഗ് വീൽ ബേസിനും വാറണ്ടി കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിന്റെ മോട്ടോർ കപ്പാസിറ്റി 375 വാട്ട്സ് ആണ്. അതുകൊണ്ട് വസ്ത്രങ്ങൾ അലക്കുന്നത് ഇട്ടത് അധികരിച്ചാൽ ഇതിന്റെ മോട്ടോർ ഓവർലോഡ് ആവാത്തത് കൊണ്ട് ചൂടാവുന്നത് ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുന്നു. ഇതിൽ വസ്ത്രം ഉണക്കുന്നതിനായിട്ടുള്ള സ്പിന്നിംഗ് മെഷീൻ വലിയ വലുപ്പത്തിലാണുള്ളത്. അതുകൊണ്ട് ഒരു ഡബിൾ ബ്ലാങ്കറ്റ് പോലും, അതായത് ഡബിൾ കമ്പിളി പുതപ്പ് പോലും വളരെ എളുപ്പത്തിൽ സ്പിൻ ചെയ്ത് ഉണക്കുവാൻ പറ്റുന്നു. അതുപോലെ ഈ വാഷിംഗ് മെഷീന്റെ താഴെ ഒരു വശം ഉരുൾ നൽകിയതുകൊണ്ട്, അതായത് വീൽ നൽകിയതുകൊണ്ട് എളുപ്പത്തിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റു സ്ഥലത്തേക്ക് ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഇതിന്റെ സ്വിച്ച് ഒരു വശത്തിൽ ഒതുക്കി സ്ഥാപിച്ചിരിക്കുന്നു. ഇതുമൂലം പെട്ടെന്ന് വെള്ളം അകത്തേക്ക് കടക്കുന്നതും തടയുവാൻ സാധിക്കുന്നു. ഇതിന്റെ സ്വിച്ച് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് വെള്ളം അകത്തേക്ക് പോകുന്നത് ഒരു പരിധി വരെ തടയും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇനി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് എനിക്കിവിടെ പറയാനുണ്ട്. വേറൊന്നുമല്ല, ഒരു നല്ല വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നോക്കേണ്ട ചില കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഞാൻ ഇവിടെ വിവരിക്കാം. ഒന്നാമതായി പറയുകയാണെങ്കിൽ, ഒരു വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ആദ്യമായി നമ്മൾ നോക്കേണ്ടത് വാങ്ങുന്ന കമ്പനിയുടെ സർവീസ് സെന്റർ നമ്മുടെ വാങ്ങുന്ന സ്ഥലത്തിന് ചുറ്റുവട്ടത്ത് ഉണ്ടോ എന്ന് അറിയുക എന്നതാണ്. നമ്മൾ ഒരു ഉപകരണം വാങ്ങുമ്പോൾ ഇത് വിൽക്കുന്ന ഷോപ്പിലെ ജീവനക്കാർ നമ്മളോട് പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നതാണ്. പക്ഷേ ഉപകരണങ്ങൾ വാങ്ങി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമ്മൾ വാങ്ങിയ സാധനത്തിന്റെ കമ്പനിക്ക് ഔദ്യോഗികമായി ഒരു സർവീസ് സെന്റർ ആ സ്ഥലത്തില്ലെങ്കിൽ ഇത് വാങ്ങിയ ഷോപ്പിലെ ജീവനക്കാരുമായി തർക്കിക്കേണ്ട ഒരു അവസരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കാം. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ വാങ്ങുന്ന ഉപകരണത്തിന്റെ കമ്പനിക്ക് ആ സ്ഥലത്ത് സർവീസ് സെന്റർ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം സാധനങ്ങൾ വാങ്ങുക. സർവീസ് സെന്റർ ഉണ്ടോ എന്നറിയുവാൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഗൂഗിളിൽ പോയി ആ കമ്പനിയുടെ പേരടിച്ച് സർവീസ് സെന്റർ ഉണ്ടോ ഇല്ലയോ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. ഇത്രമാത്രം ചെയ്താൽ മതി. ഇനി രണ്ടാമത് പറയുകയാണെങ്കിൽ, വാഷിംഗ് മെഷീന്റെ വലിപ്പത്തിനെ കുറിച്ചാണ്. ഇവിടെ വാഷിംഗ് മെഷീന്റെ വലിപ്പം വളരെ പ്രധാനമാണ്. വാഷിംഗ് മെഷീന്റെ വലിപ്പം കൂടുന്നത് അനുസരിച്ച് നമ്മുടെ വീട്ടുകാർക്ക് അലക്കുവാൻ എളുപ്പമാകുന്നു. ഒറ്റയടിക്ക് വളരെയധികം വസ്ത്രങ്ങൾ അവർക്ക് അലക്കുവാൻ പറ്റുന്നു. ഇനി മൂന്നാമതായി പറയുകയാണെങ്കിൽ, അതിന്റെ മോട്ടോർ കപ്പാസിറ്റി എത്രയെന്ന് അറിയുക. ഇവിടെ മോട്ടോർ കപ്പാസിറ്റി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എത്ര കിലോ വാട്ട്സ് മോട്ടോറാണ് ഇതിന്റെ ഉള്ളിൽ ഉള്ളത് എന്ന് വാങ്ങുന്നതിന് മുമ്പ് ഉറപ്പുവരുത്തേണ്ടതാണ്. വാഷിംഗ് മെഷീന്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് വാഷിംഗ് മെഷീന്റെ മോട്ടോറിന്റെ കിലോ വാട്ട്സ് കൂടേണ്ടതാണ് എന്നും കൂടി അറിയുക. അതുപോലെ നാലാമത് പറയുകയാണെങ്കിൽ, ഇതിന്റെ മൊത്തം വാറണ്ടി, അതായത് വാഷിംഗ് മെഷീൻ മാത്രമാണോ അതോ മോട്ടോറിന് മാത്രമാണോ എന്നും കൂടി അറിയുക. പല വാഷിംഗ് മെഷീനും മോട്ടോറിന് മാത്രമാണ് വാറണ്ടി കൊടുക്കാറ്. ഇത് പ്രത്യേകം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ അഞ്ചാമത് പറയുകയാണെങ്കിൽ, മെഷീനിന്റെ കളറിനെ കുറിച്ചാണ്. മെഷീനിന്റെ ഉൾവശം കഴിയുന്നതും ഡാർക്ക് കളർ ഉണ്ടാവുന്നതാണ് നല്ലത്. കാരണം വാഷിംഗ് മെഷീന്റെ ഉൾവശം ചെറിയ അഴുക്ക് അങ്ങുമിങ്ങും പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ അരോചകമായി കാണാറുണ്ട്. ഇവിടെ ഉൾവശം വെളുത്ത കളർ അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ അരോചകമായി കാണുന്നത് ഇല്ലാതാവുന്നു.
അതുപോലെ ആറാമത് പറയുകയാണെങ്കിൽ ഇതിന്റെ സ്വിച്ച് വാട്ടർ പ്രൂഫ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. സ്വിച്ച് വാട്ടർ പ്രൂഫ് ആവുന്നത് ചെറിയ രീതിയിലുള്ള വെള്ളത്തെ ഇത് സ്വിച്ചിന് അകത്തേക്ക് കടക്കുന്നത് തടയുന്നു. ഇതുമൂലം സ്വിച്ച് കേടുപാട് വരുന്നത് ഇല്ലാതാവുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ അറിയേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നും ഇവിടെ മനസ്സിലായി എന്നും കൂടി ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിൽ എത്തിക്കുക. ഞാൻ ഇനിയും വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോകളുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ തുടർന്നും കാണണമെങ്കിൽ കൂടെ ബെല്ലൈക്കണും അമർത്തുക. എന്നാലേ ഞാൻ പുതിയതായി ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബ് ഉടനടി നോട്ടിഫിക്കേഷൻ നൽകുകയുള്ളൂ. ഞാൻ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബ് നോട്ടിഫിക്കേഷൻ തരുവാൻ വേണ്ടി മാത്രമാണ് ഇതുപോലുള്ള ബെല്ലൈക്കൺ അമർത്തണമെന്ന് ഞാൻ പറയുന്നുള്ളത്. ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഷെയർ ബട്ടൺ പ്രസ് ചെയ്ത് ഈ വിവരണം എല്ലാവരും എത്തിക്കുക. എല്ലാവർക്കും ഉപകരിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമന്റിൽ വരാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അണ്ടിൽ ഐ കം വിത്ത് എനി വീഡിയോ, ദിസ് ആഷിം മുഹമ്മദ് സൈനിങ് ഓഫ്.